നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബി.എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ബി.എഡ് പഠിക്കാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ന്യൂസുകളിലൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് വരുന്നതിനോടൊപ്പം തന്നെ പല പരിഷ്കാരങ്ങളും ഗവൺമെൻറ് തലത്തിൽ ബി.എഡിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം അല്ലെങ്കിൽ അടുത്ത് സ്വീകരിക്കാൻ പോകുന്ന ഒരു നടപടിയെക്കുറിച്ച് 2 ദിവസം മുമ്പ് നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. SCRT സമർപ്പിച്ചിരുന്ന ഒരു രേഖ ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരത്തിനായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ബി.എഡിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ സ്കൂളുകളിലേക്ക് പോയി ചെയ്യുന്ന പ്രാക്ടീസ്, അതായത് ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്ന സംഭവം. അത് 3 സെക്ഷനുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 5 ദിവസം സ്കൂൾ ഇൻഡക്ഷൻ എന്നും പിന്നീട് 3rd, 4th സെമസ്റ്ററുകളിലായിട്ട് 50, 40 ഒക്കെ ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ 30, 40 ഒക്കെ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്ന പല സെക്ഷനുകളിലായിട്ടുള്ള അതിൽ തന്നെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉൾപ്പെടെ പല ടെസ്റ്റുകളും നടത്തേണ്ടതായിട്ടുള്ള ദിവസങ്ങൾ അതിൽ കൂടുതൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു പാർട്ട് തന്നെ വരുന്ന ബി.എഡിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ടീച്ചിങ് പ്രാക്ടീസിനെ കുറിച്ചാണ് ഏറ്റവും വലിയൊരു നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്നത്. ഇതുവരെ എൻ്റെയുള്ള അറിവ് വെച്ചിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു അതിനോടനുബന്ധിച്ചൊരു കൃത്യമായൊരു നിർദ്ദേശം നമുക്ക് ഇതുവരെയും SCRTയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ DO ഓഫീസിൽ നിന്നോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് അറിവില്ല. സാധാരണ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്കൂളുകളുടെ പേര് കുട്ടികളുടെ സൗകര്യാർത്ഥം സെലക്ട് ചെയ്യുകയും കോളേജിന് തൊട്ടടുത്തുള്ള സ്കൂളുകൾ ഓപ്റ്റ് ചെയ്ത് ടീച്ചേഴ്സിനെ പോയി ഇത് ഒബ്സർവ് ചെയ്യാനുള്ളൊരു സംവിധാനം പരിഗണിച്ച് കുറച്ച് സ്കൂളുകൾ ഓപ്റ്റ് ചെയ്ത് ചില കോളേജുകൾ അത് DO ഓഫീസിൽ അറിയിച്ച് അവരുടെ പെർമിഷനോട് കൂടിയും ചിലരൊന്നും അറിയിക്കാതെ തന്നെ തുടർന്ന് വരുന്ന ഒരു സംഗതിയായിരുന്നു വർഷങ്ങളായിട്ട് ഈ ടീച്ചിങ് പ്രാക്ടീസ്. എന്നാൽ ഇനി അങ്ങനെ പാടില്ല എന്ന ശക്തമായ നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വന്നിട്ടുണ്ട്. അവർ പറയുന്ന പ്രത്യേക ചേഞ്ചുകളെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ എല്ലാ വർഷവും ടീച്ചിങ് പ്രാക്ടീസ് അനുവദിക്കാൻ പാടില്ല. ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജ് ഉൾപ്പെടെ നമ്മളെ തൊട്ടടുത്തുള്ളൊരു സ്കൂൾ നമുക്ക് മോഡൽ സ്കൂളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. അവിടെ കുട്ടികൾ അവൈലബിൾ ആണെങ്കിൽ എല്ലാ വർഷവും കൃത്യമായി ഈ 3 സെക്ഷനിലും നമ്മൾ അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് കുട്ടികളെ അയക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ചുറ്റുപാടുമുള്ള ഒരു 10 സ്കൂളോളം നമ്മളിങ്ങനെ കണ്ടുവച്ചിട്ട് അതിൽ തന്നെ തുടർച്ചയായിട്ട് സ്കൂളിലെ കുട്ടികളെ അയക്കുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ പാടില്ല. നമ്മൾ മാറി വേണം, ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് വേണം സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഒരു കുട്ടി ഒരേ സ്കൂളിൽ തന്നെ ഈ 3 സെക്ഷനും ചെയ്യാൻ പാടില്ല. സ്കൂളുകൾ മാറി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി വേണം നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് ഈ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിനെ അയക്കാനുള്ളത് എന്നുള്ളതാണ്. കുട്ടികളുടെ എണ്ണം നോക്കാതെ തന്നെ വളരെ കുറച്ച് കുട്ടികളുള്ള സ്കൂളിലേക്ക് പോലും നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് കുട്ടികളെ വിടാറുണ്ട്. അത് വളരെയധികം ബുദ്ധിമുട്ട് അധ്യാപകർക്കും കുട്ടികൾക്കും ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനൊരു നിർദ്ദേശം സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഒറ്റ ഡിവിഷൻ മാത്രമുള്ള സ്കൂളിലേക്ക് ടീച്ചിങ് പ്രാക്ടീസിന് അയക്കാൻ പാടില്ല എന്നാണ്. അത് വളരെയധികം ബുദ്ധിമുട്ട് ബി.എഡ് കോളേജുകാരെ സംബന്ധിച്ചുണ്ടാവും. കാരണം മിക്ക സ്കൂളുകളും അങ്ങനെ ഏക ഡിവിഷൻ വീതം പോകുന്ന സ്കൂളുകളാണ്. അപ്പോൾ അവിടേക്ക് കുട്ടികളെ വിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി അടുത്ത് വരുന്നത് SCRTയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ബി.എഡിലെ അധ്യാപകർക്കും അതുപോലെ ബി.എഡിനോടനുബന്ധിച്ച് വരുന്നവർക്കും ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സിലബസും അതുപോലെ അവരുടെ പുതിയ കരിക്കുലമൊക്കെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ബി.എഡിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിരുന്നതും അതുപോലെ തന്നെ ബി.എഡിലെ അധ്യാപകർക്ക് തന്നെയും സ്കൂളുമായിട്ട് ഒരു പരിചയം ഉണ്ടാകുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ നിർദ്ദേശം. അതുപോലെ തന്നെ ഈ ടീച്ചിങ് പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് പല സ്കൂളുകളിലെയും അവിടുത്തെ പെർമനൻ്റ് അധ്യാപകർ ലീവിൽ പോവുകയോ അല്ലെങ്കിൽ അവർ മാറി സ്റ്റാഫ് റൂമിൽ റെസ്റ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ഇനി ഇവിടുന്ന് ബി.എഡ് കോളേജിൽ നിന്ന് ക്ലാസ് എടുക്കാനായിട്ട് അധ്യാപകർ എത്തുമ്പോൾ ആ ക്ലാസ്സിൽ ഏതാണോ ടീച്ചർ ഉള്ളത് അവർ കൃത്യമായിട്ടും അതിനകത്ത് ഉണ്ടായിരിക്കണം. കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും ഈ പുതിയ അധ്യാപകർ എടുക്കുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനുമായിട്ട് ആ ടൈമിൽ അലോട്ട് ചെയ്തിട്ടുള്ള ടീച്ചർ അവിടെ ഉണ്ടായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പോകുന്ന ട്രെയിനീസിന് ഏറ്റവും വളരെ നല്ലൊരു കാര്യവുമാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് കൈറ്റിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് DEOമാർക്കും വിദ്യാഭ്യാസ ഡയറക്ടർമാർക്കും ഒക്കെ പ്രത്യേക നിർദ്ദേശത്തോടനുബന്ധിച്ച് അവർ തന്നെ ഇതിനെ മോണിറ്റർ ചെയ്യുകയും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കയ്യിൽ അപ്ഡേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടുന്ന രീതിയിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ടീച്ചിങ് പ്രാക്ടീസിന് വരികയാണ്.
അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരു സ്കൂളിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ ഫുൾ ടീച്ചിങ് പ്രാക്ടീസ് അവിടെ ചെയ്യാനോ ഒക്കെ ഉള്ളൊരു അവസരം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ചിലപ്പോൾ കുട്ടികളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഏറ്റവും കൃത്യമായ രീതിയിൽ ഒരു നല്ല ട്രെയിൻഡ് ടീച്ചർ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു തീരുമാനത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. B.Ed അധ്യാപകർക്കുള്ള ട്രെയിനിങ് ആയാലും അതുപോലെ ടീച്ചിങ് പ്രാക്ടീസ് നൽകുന്ന സ്കൂളുകൾക്കുള്ള നിർദ്ദേശങ്ങളായാലും ഒക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു നീക്കമാണ് ഇതിനോടൊപ്പം വന്നിരിക്കുന്നത്. ഇനി B.Ed ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ B.Ed ടീച്ചിങ് പ്രാക്ടീസിനേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന 3rd സെമസ്റ്ററിലെ കുട്ടികൾക്കും ഒക്കെ തന്നെ ഈ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിക്കപ്പെടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.